ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരൊറ്റ മുട്ട വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ ലേസൊക്കെ വാങ്ങി കഴിക്കാറില്ല, അതിനേക്കാളൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടീസിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ നമുക്കൊരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും. അതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/3 കപ്പിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ്. ഇപ്പോൾ കപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. അപ്പോൾ എൻ്റെ അത് ചെറിയ ഐസ് ക്യൂബ്സ് ആയതുകൊണ്ട് ഞാനൊരു 5 എണ്ണമൊക്കെ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം ക്യൂബായിട്ടുള്ള ഐസ് ക്യൂബ് ആണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ചേർത്താൽ മതി. ഇത് ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു 5-6 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് ആ ഒരു ഐസ് ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഇപ്പോൾ ഐസൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളിത് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു സ്പൂൺ എടുത്താൽ മതി. എന്നിട്ട് ഇതിൽ നമ്മൾ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത് എണ്ണയ്ക്കകത്തോട്ട്. അപ്പോൾ ഇനി ഇത് പൊരിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് എണ്ണ കുറച്ച് വേണ്ടി വരുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഒഴിക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് മുങ്ങണം, അത്രയേ ഉള്ളൂ. അതൊന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മാവ് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ തീക്കനുസരിച്ചാണ് ഇതിൻ്റെ ഷേപ്പ് വരിക കേട്ടോ. കാരണം നല്ല ചൂടിലാണ് ഇരിക്കണമെങ്കിൽ ചെറിയൊരു റൗണ്ട് പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ചൂട് കുറവാണെങ്കിൽ നീളത്തിൽ കിട്ടും. അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ ഷേപ്പിലൊന്നും കാര്യമില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. നമ്മൾ ചുടുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുടാൻ നോക്കുക. നന്നായിട്ട് കരിയാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതും ഒരുപാടെണ്ണം ഒരുമിച്ച് ഇടരുത്. അപ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കാരണം 1 മിനിറ്റിന് മുമ്പേ നമ്മൾ തിരിച്ചിടാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റില്ല. കാരണം അത് മാവ് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് 2 മിനിറ്റൊക്കെ വേണ്ടുള്ളൂ ഇത് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡും നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം. നിങ്ങൾക്ക് കളറൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാം. നല്ലോണം മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തേത് നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ക്രിസ്പി ആയി, നമുക്കത് തൊടുമ്പോൾ തന്നെ സ്പൂൺ വെച്ച് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതങ്ങനെ കൂടുതൽ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടീസിനൊക്കെ ലേസൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. കാരണം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേ നമ്മൾ അടുത്തതും ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ അത്രയ്ക്ക് ഫ്രൈ ആക്കിയിട്ടില്ല, കുറച്ച് മസാല ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഇച്ചിരി ഒന്ന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് പൊട്ടിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമുക്കിത് പൊട്ടി വരും. ഇത് നമുക്ക് വേണമെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഒരുപാട് നേരം തുറന്ന് വെക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.